മലയാളികൾക്ക് ഇന്നും സ്വകാര്യ അഹങ്കാരമായി മാറി നിൽക്കുന്ന നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം അവസാനം പൃഥ്വിരാജ് അഭിനയിച്ച് പുറത്തിറങ്ങിയ തെലുങ്ക് ആക്ഷൻ ചിത്രമായിരുന്നു സലാർ. സലാറിൽ പൃഥ്വിരാജ് വരദരാജ മന്നാറയായി എത്തിയപ്പോൾ ദേവയായി എത്തിയത് പ്രവാസ് ആയിരുന്നു. സലാർ സിനിമയുടെ സമയത്ത് പ്രവാസും താനും പരസ്പരം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്ന് പറയുകയാണ് പൃഥ്വിരാജ്. ആ കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാറുണ്ടെന്നും അങ്ങനെ ഒരിക്കൽ പ്രവാസ് അദ്ദേഹത്തിന് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയെക്കുറിച്ച് സംസാരിച്ചുവെന്നും നടൻ പറയുന്നു. ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: സലാർ സിനിമയുടെ സമയത്ത് പ്രവാസും ഞാനും പരസ്പരം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചും പരസ്പരം സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ പ്രവാസ് അദ്ദേഹത്തിന് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ബാഹുബലിക്ക് ശേഷം ട്രാപ്പിൽപ്പെട്ടതുപോലെയാണെന്ന് പ്രഭാസ് അന്ന് പറഞ്ഞത്. 400-500 കോടി രൂപ ചെലവിട്ടെടുക്കുന്ന സിനിമകളിൽ അഭിനയിക്കാൻ ഇപ്പോൾ നിർബന്ധിതനാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒരു ആക്ടർ എന്ന നിലയിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് പ്രഭാസിന് ആഗ്രഹം. എനിക്കിനി കോമഡി സിനിമകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും പ്രഭാസ് അന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നിയിരുന്നു, പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നു.